അടിയന്തര ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി മംഗലാപുരത്തു നിന്നും പുറപ്പെട്ട സാനിയ മുത്താഖ് ദമ്പതികളുടെ 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ചികിത്സാ ചെലവ് ഏറ്റെടുത്ത് സംസ്ഥാന സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇക്കാര്യം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ അറിയിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഹൃദ്യം പദ്ധതിയിലൂടെയാണ് 15 ദിവസം പ്രായമുള്ള കുഞ്ഞിന്റെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: കുഞ്ഞിനെ സംബന്ധിച്ച ഓരോ നിമിഷവും പ്രധാനമാണ്. ദൂരം യാത്ര ചെയ്ത് ശ്രീ ചിത്രയിൽ കൊണ്ടുവരുന്നത് അപകടകരമാണെന്നതിനാലാണ് അമൃതയിൽ പ്രവേശിക്കാൻ തീരുമാനമെടുത്തത്. കുട്ടിയുടെ ചികിത്സ സംസ്ഥാന സർക്കാരിന്റെ ഹൃദ്യം പദ്ധതി വഴി പൂർണ്ണമായും സൗജന്യമായി ചെയ്തു കൊടുക്കും. രോഗികളുടെ ബന്ധുക്കളുമായും അമൃത ആശുപത്രി അധികൃതരുമായും ആരോഗ്യവകുപ്പ് മന്ത്രി സംസാരിച്ചിരുന്നു. കുട്ടിക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യം അമൃതയിൽ ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അവിടെ പ്രവേശിക്കാൻ തീരുമാനിച്ചത്. 15 ദിവസം മാത്രം പ്രായമായ പെൺകുഞ്ഞിന്റെ ഹൃദയം രക്ഷിക്കാനുള്ള ദൗത്യത്തിനാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിച്ചത്. മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെയുള്ള മണിക്കൂറുകൾ നീണ്ട യാത്ര. ആ കുഞ്ഞു ഹൃദയത്തെ സംരക്ഷിക്കാനുള്ള യാത്ര ഇന്ന് രാവിലെ 10 മണിക്കാണ് തുടങ്ങിയത്. സാനിയ മുത്താഖ് ദമ്പതികളുടെ കുഞ്ഞിനെയും കൊണ്ടാണ് KL 60J7739 ആംബുലൻസ് യാത്ര ചെയ്തത്. ഇതിനായി വേണ്ടുന്ന 15 മണിക്കൂറോളം സമയം എങ്ങനെ ചുരുക്കാമെന്നത് പ്രാധാന്യത്തോടെ ചിന്തിക്കെ കുട്ടിയുടെ ആരോഗ്യ നിലയ്ക്ക് പൂർണ്ണ പിന്തുണയുമേകി ആരോഗ്യ വകുപ്പിന്റെ ഇടപെടൽ കാരണം അമൃത ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അമൃത ആശുപത്രിയിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട എല്ലാ സജ്ജീകരണങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട്. മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുവന്ന 15 ദിവസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശിക്കാൻ തീരുമാനിക്കുകയുണ്ടായി. കുഞ്ഞിനെ സംബന്ധിച്ച് ഓരോ നിമിഷവും പ്രാധാന്യപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയാണ് ഈ തീരുമാനത്തിലേക്ക് വഴിതെളിച്ചത്. അതിനാൽ തന്നെ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ശ്രീചിത്രയിൽ കൊണ്ടുവരുന്നത് അപകടകരമാണ്. അതിനാലാണ് അമൃതയിൽ പ്രവേശിപ്പിക്കാൻ തീരുമാനമെടുത്തത്. കുട്ടിയുടെ ചികിത്സ ഹൃദ്യം പദ്ധതി വഴി പൂർണ്ണമായും സൗജന്യമായി ചെയ്തു കൊടുക്കുന്നതാണെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ വ്യക്തമാക്കി. രോഗികളുടെ ബന്ധുക്കളുമായും അമൃത ആശുപത്രിയുമായും ആരോഗ്യവകുപ്പ് മന്ത്രി സംസാരിച്ചിരുന്നു. കുട്ടികൾക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യം അമൃതയിൽ ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അമൃതയിലേക്ക് പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചത്. ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ കുഞ്ഞിന്റെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അറിയിക്കുകയുണ്ടായി. ഇതിനു പിന്നാലെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.